ഹലോ ഗൈസ്, അങ്ങനെ കുറേ നാളായിട്ട് കാത്തിരുന്ന ആ ദിവസം വന്നിരിക്കുകയാണ്. നമ്മളുടെ ഓല നമ്മുടെ ഷോറൂമിൽ ഡെലിവറിക്കായിട്ട് വന്നിട്ടുണ്ടെന്ന് അവന്മാർ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഇന്ന് അതെടുക്കാനായിട്ട് പോകുന്ന ദിവസമാണ്. അപ്പോൾ ഏകദേശം ഒരു 12 മണിയായി കാണും. ഇപ്പോഴാണ് ചെല്ലാനായിട്ട് അവന്മാർ പറഞ്ഞത്. ശനിയാഴ്ച അങ്ങോട്ട് എത്തിയ വണ്ടിയാണ്, പക്ഷേ അത് ഡെലിവറി ചെയ്യാനായിട്ട് അവന്മാർക്ക് എന്തോ പീഡിപ്പിച്ചേക്കോ അങ്ങനെ എന്തൊക്കെയോ കൊണ്ട് ഇന്ന് ഉച്ചയാകുമ്പോഴത്തേന് ഡെലിവറിക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. ബുക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസത്തോളമായി. അവന്മാർ അതാണ് ബുക്ക് ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു ഈ മോഡൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടത്തോളം എന്നുള്ളത്. പക്ഷേ ആപ്പിനകത്ത് എനിക്ക് 3-ാം തീയതി ഡെലിവറി ചെയ്യുമെന്നാണ് അവന്മാർ പറഞ്ഞത്. പക്ഷേ 3-ന് കിട്ടിയില്ല, 4-ന് കിട്ടിയില്ല. പിന്നെ ഇന്നാണ് വണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വിളിക്കുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഓല ഈ കാർ പോർച്ചിൽ കൊണ്ടെത്തിക്കുന്നതാണ്. അപ്പോൾ അതെടുക്കാനായിട്ട് പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ. ബ്രോ, ഏതേലും ബൈക്ക് എടുത്തോണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് കാർ എടുത്തോണ്ടുന്നത്? ഗൈസ്, നമ്മളങ്ങനെ ആയൂർ ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ ഷോറൂമിലേക്ക് വണ്ടി ഒതുക്കാനുള്ള വഴിയൊന്നും കാണുന്നില്ല. ഈ മൊണ്ണരോടെ ഞാൻ പറഞ്ഞതാണ് ബൈക്ക് എടുത്തോണ്ട് വരാനായിട്ട്. ഇനി എവിടെ കാണുന്നതാണ് ഗൈസ് നമ്മളെ വണ്ടി ഇരിക്കുന്ന ഷോറൂം. ഓല അങ്ങനെ ഏതോ ഒരു മുടുക്കിലും കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് ഗൈസ്. പക്ഷേ ഇവിടുന്ന് ഒരു 300 മീറ്ററിൽ നടക്കാനുണ്ട്. പക്ഷേ 3 പേരായിട്ട് ഒരു സ്ഥലത്ത് പോയാൽ മൂഞ്ചി പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ എന്തായാലും കറക്റ്റ് ഷോറൂമുകാർ പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തി. ഇതേ ഈ ഇരിക്കുന്നതാണ് ഗൈസ് ഞാൻ പുതുതായിട്ട് എടുത്ത ഓല S1X. ആ സൈഡിൽ ഇരിക്കുന്നതൊക്കെ വേറെ ആരുടെയൊക്കെയോ വണ്ടികളാണ്. അതും ഡെലിവറിക്ക് വന്ന വണ്ടികളാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വണ്ടികളുടെ കളറും ബ്ലാക്ക് തന്നെയാണ്. കാരണം ബ്ലാക്ക് വണ്ടികളാണ് കുറച്ച് ലുക്കായിട്ടുള്ളത് ഈ വണ്ടികളിൽ. ഇത് ജസ്റ്റ് എൻ്റെ അഭിപ്രായം മാത്രമാണ്. ഡെലിവറിക്ക് വേണ്ടി വണ്ടി കുത്തിയിട്ടേക്കുന്നെങ്കിലും വണ്ടി ഫുൾ ചാർജ് ഒന്നും അല്ലായിരുന്നു ഗൈസ്. വണ്ടിയിൽ ഏകദേശം ഒരു 50-51% ചാർജ് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഞങ്ങളോട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. കാരണം വണ്ടി ഡെലിവറി എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെയോ ചെറിയ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതേ ഈ ഇരിക്കുന്നതാണ് ഗൈസ് ഓലയുടെ S1 Pro എന്ന് പറഞ്ഞ മോഡല്. ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വണ്ടി എടുത്തിട്ട് അതിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ നോക്കി. സംഭവം ഞാനെടുത്ത വണ്ടി വെച്ച് നോക്കുമ്പോഴത്തേന് ഇതിൻ്റെ ഈ TFT ഡിസ്പ്ലേയും അതിൻ്റെ UIയും എല്ലാം അടിപൊളി തന്നെയായിരുന്നു. ഈ മോഡൽ വണ്ടിക്കാണെങ്കിൽ കീയും വേണ്ട കേസ്. ഓല S1Xൻ്റെ പഴയ ജനറേഷൻ വണ്ടികളും ആ ഷോറൂമിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. നോർമലി ഷോറൂമിലിരിക്കുന്ന വണ്ടികളുടെ പാസ്കോഡ് എപ്പോഴും 00 ആയതുകൊണ്ട് ഞാൻ ഈ വണ്ടിയുടെ പാസ്കോഡും 00 അടിച്ചു വെക്കിയതാണ്. പക്ഷേ ഇനി പണി പാടി കേസ്, ഈ വണ്ടിയുടെ പാസ്വേഡ് ഇതല്ല. ഒരു 4 വട്ടം കൂടി ഇതേപോലെ പാസ്വേഡ് തെറ്റിച്ചടിച്ചാൽ വണ്ടി ലോക്ക് ആവുമെന്നാണ് കാണിച്ചുകൊണ്ടത്. അപ്പോൾ ഞാൻ പേടിച്ചു പോയി. പിന്നെ അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ മാറി. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ നമ്പർ പ്ലേറ്റ് പഞ്ച് ചെയ്യാനായിട്ടൊക്കെ വന്നു. ഈ നമ്പർ പ്ലേറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെയൊക്കെ ഒരു ഡിലേ കൊണ്ടിട്ടാണ് ഈ ഒരു 20 ദിവസമൊക്കെ പിടിക്കുന്നത്. പക്ഷെ എന്നാലും ഇപ്പോഴും വണ്ടികൾ ടെമ്പററി രജിസ്ട്രേഷനായിട്ട് വണ്ടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇറക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചിരുന്നു, പക്ഷേ ഇല്ലെന്നാണ് ഈ ഷോറൂമിൽ നിന്ന് പറഞ്ഞത്. ഈ വണ്ടിയുടെ കൂടെ നമുക്ക് 2 ഹെൽമെറ്റും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കയ്യിൽ. അതിലൊരു ഹെൽമെറ്റാണ് ഞാനിപ്പോൾ ഈ തലയിൽ ഇട്ടേക്കുന്നത്. ജസ്റ്റ് വണ്ടി ഡെലിവറി എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവർ നമ്മൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. വണ്ടി എങ്ങനെ എടുക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത്, എപ്പോഴാണ് കുത്തിയേണ്ടതെന്നൊക്കെ. ഇത് ഇങ്ങനെ വയറിങ് ഈ വണ്ടിയിൽ വിസിബിളായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. സംഭവം എല്ലാ മോഡലും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇത് വെള്ളം കയറാനായിട്ട് നല്ല ചാൻസ് കൂടുതലാണ്. ഈ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് ഈ സോക്കറ്റിനകത്ത് കറക്റ്റ് ഫിറ്റ് ആയിട്ടിരുന്നാൽ മാത്രമേ ചാർജ് കയറുമെന്നൊക്കെ അവർ പറഞ്ഞു തന്നു. പിന്നെ ആ ചാർജ് കുത്തിയിരുന്ന ഡെമോയും കാര്യങ്ങളും എല്ലാം അവർ കാണിച്ചു തന്നു. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് പോലും അടിക്കാതെ ഞാൻ ഈ വണ്ടിയിലെ ഫസ്റ്റ് ഡ്രൈവാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്നത്. ഓടിച്ചു വെച്ച് നോക്കുമ്പോഴത്തേന് ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേസ്. വണ്ടി ഓടിക്കാനായിട്ട് നല്ല രസമാണ്. വണ്ടി റോഡിൽ ഓടുമ്പോഴത്തേന് കാണുന്ന ലുക്കും ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഈ വണ്ടിയിൽ ആകെ കേൾക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ചെയിൻ ഡ്രൈവിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. വണ്ടിക്ക് അല്ലാതെ വേറെ സൗണ്ടൊന്നും നമുക്കങ്ങനെ കേൾക്കാനായിട്ട് പറ്റത്തില്ല. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത ശേഷം ഞാൻ പിന്നെ സ്പോർട്സ് മോഡ് ഇട്ടിട്ട് നേരെ വീട്ടിലേക്ക് അങ്ങ് പോയി. ഗൈസ്, അങ്ങനെ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഓല ഞാൻ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്.
അപ്പോൾ ഈ വണ്ടിക്ക് വരുന്ന കുഴപ്പങ്ങളും ഇത് എത്ര നാൾ ഓടുമെന്നും ഇതിന് എന്തൊക്കെ പറ്റുമെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബാക്കി നാളെ കാണാം. ബൈ ബൈ.